പത്മജ വേണുഗോപാൽ കൂടി പടിയിറങ്ങി ബി.ജെ.പിയിൽ പോകുമ്പോൾ അതിന്റെ നഷ്ടവും നേട്ടവും ആർക്കാണ്? ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസിന് വലിയ വിശ്വാസനഷ്ടമുണ്ടാക്കുമോ പത്മജയുടെ ഇറങ്ങിപ്പോക്ക്? 10 ആളുണ്ടോ പത്മജയുടെ കൂടെ ബി.ജെ.പിയിലേക്ക് പോകാൻ? ബി.ജെ.പിക്ക് പത്മജയെ കൊണ്ടുള്ള നേട്ടം എന്താണ്? നിരന്തരം ആളുകൾ ഇറങ്ങി ബി.ജെ.പിയിലേക്ക്, മറ്റൊരു പാർട്ടി എന്ന ആലോചന പോലുമില്ലാതെ ബി.ജെ.പിയിലേക്ക് പോകുന്നതിന് കോൺഗ്രസിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? പലവിധ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ രാത്രി പത്മജയുടെ പാർട്ടി മാറ്റവുമായി ബന്ധപ്പെട്ട്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് അനിൽ അക്കര, കോൺഗ്രസ് നേതാവ്, എ സമ്പത്ത് CPIM-ൽ നിന്ന്, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ബി.ജെ.പി നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ കൃഷ്ണദാസ്, പത്മജ വേണുഗോപാലിനെ പോലെ അടിത്തട്ടിൽ ഒരു ബന്ധവുമില്ലാത്ത, അണികളുടെ പങ്കാളിത്തം പോലുമില്ലാത്ത, ഇന്നിപ്പോൾ നോക്കൂ, അവരുടെ ഫേസ്ബുക്ക് അഡ്മിനെ പോലും കൂടെ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്കെതിരായി പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അവരുടെ തന്നെ പ്രൊഫൈലിൽ. അങ്ങനെ ഒരാളെ കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള നേട്ടം എന്താണ്? ഈ മാറ്റം കൊണ്ട് പത്മജയ്ക്കാണോ നേട്ടം? നിങ്ങൾക്ക് വല്ല നേട്ടവും ഉണ്ടോ? ഇത് കോൺഗ്രസിനേറ്റ വലിയ കനത്ത തിരിച്ചടിയല്ലേ? കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവായിരുന്ന, കേരളത്തിലെ നിരവധി തവണ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ മകൾ ആ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് ബി.ജെ.പിയുടെ ആശയഗതിയിലേക്ക് വരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ഈ രാജ്യത്തിൻ്റെ വികസന പന്ഥാവിൽ ബി.ജെ.പിയോടൊപ്പം നിന്നുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാലം പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് കോൺഗ്രസിനേറ്റിട്ടുള്ള വലിയ കരണത്തേറ്റിട്ടുള്ള അടിയല്ലേ? കോൺഗ്രസിൻ്റെ നിലപാടുകളും കോൺഗ്രസിൻ്റെ നിലപാടില്ലായ്മയും അവർ തുറന്നു കാണിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം ശക്തിയായിട്ടുള്ളൊരു നേതൃത്വമല്ല കോൺഗ്രസിനുള്ളത് എന്നവർ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇന്നലെ വരെ പത്മജ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അവരിപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. നേരത്തെ ബി.ജെ.പിയിൽ ചേരുന്നത് വരെ അവർ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെയുള്ള ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള പിൻബലമില്ലെങ്കിൽ, അവർക്ക് ജനങ്ങളുടെ പിൻബലമില്ലെങ്കിൽ, അവർക്ക് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സ്ഥാനമില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി അവരെ വെക്കില്ലല്ലോ. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനിടയിൽ, കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനത്തിനിടയിൽ ശക്തമായിട്ടുള്ള ഒരു നേതൃത്വത്തിൻ്റെ ഉടമയായിരുന്നു പത്മജ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർ നേരത്തെ ബി.ജെ.പിക്കെതിരായി ശക്തമായി വാദിച്ചിരുന്നയാളാണ്. നരേന്ദ്രമോദിക്കെതിരായി നിരന്തരമായി വിമർശനങ്ങൾ ഉയർത്തിയിരുന്ന ആളാണ്. പക്ഷേ ഇന്നവർ മാറിയിരിക്കുന്നു. അവർ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ വികസന പദ്ധതികൾ കൊണ്ടുവരാനും ഈ രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് നയിക്കാനും കഴിയുന്ന കൽപ്പുള്ള നേതൃത്വമുള്ളൊരു പാർട്ടിയാണ് ബി.ജെ.പി എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർക്ക് നേരിട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം, കോൺഗ്രസിൽ നിന്ന് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് അവർ ആ പാർട്ടിയോട് വിട പറഞ്ഞിരിക്കുന്നു. അവരെ ആരാ വിമർശിച്ചിരിക്കുന്നത്? വിമർശിച്ചിരിക്കുന്ന കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വിമർശിച്ചിരിക്കുന്ന ആളുകൾക്ക് അതിനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ എന്നുള്ളത് അവർ തന്നെ സ്വയം നെഞ്ചത്ത് കൈവച്ച് ചോദിക്കേണ്ടതല്ലേ? ഞങ്ങൾ ഇതിനകത്ത് നോക്കൂ, പത്മജ വേണുഗോപാലിന് വലിയ തോതിലുള്ള ജനപിന്തുണ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ 3 തവണ പ്രധാനപ്പെട്ട സീറ്റുകൾ കൊടുത്തിട്ടും അതിൽ വിജയം രുചിക്കാൻ കഴിയാത്ത വിധം ദുർബലയായ നേതാവാണ് പത്മജ എന്ന് നമുക്കറിയാം. അവരെന്തുകൊണ്ട് പാർട്ടിയിൽ പ്രധാനപ്പെട്ട പദവികൾ അലങ്കരിച്ചു എന്ന് ചോദിച്ചാൽ, കരുണാകരൻ്റെ മകളായതുകൊണ്ട് അവർ വിലപിച്ചപ്പോഴെല്ലാം സാന്ത്വനിപ്പിക്കാൻ പദവികൾ കൊടുത്തിട്ടുണ്ട്. എന്നതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ അവരുടെ സഹോദരൻ തന്നെ പറഞ്ഞു, വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾ എന്നാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയോ ഏതെങ്കിലും സമരമുഖത്ത് കാണുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലാത്ത ആളാണ്. കോൺഗ്രസിന് പ്രഹരേൽപ്പിക്കാൻ കഴിഞ്ഞു, ശരിയാണ്. നിങ്ങൾക്കെന്താ ഗുണം എന്ന എൻ്റെ ചോദ്യം. നിങ്ങൾ കരുണാകരൻ്റെ ഒരു ലെഗസി എന്ന് പറയുന്ന സംഗതിയുള്ള പാരമ്പര്യം, അതാണ് ഇവരുടെ ഒരു മൂല്യം, ഇവരുടെ ഒരു കൈമുതൽ, അത് നിങ്ങളുടെ കൂടെ കിട്ടും എന്ന് വിചാരിക്കുകയാണോ? അല്ല, എന്ന് പറഞ്ഞാൽ നിഷാദ് സൂചിപ്പിക്കുന്നത്, കോൺഗ്രസിൽ അവർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കരുണാകരൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് സീറ്റുകൾ കൊടുത്തു, അവർക്ക് യാതൊരു ജനപിന്തുണയും ഉണ്ടായിരുന്നില്ല എന്നാണ് അങ്ങ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവർ അതിനുള്ള ഉത്തരം പറഞ്ഞല്ലോ. ഞാൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള ഉത്തരം അവർ തന്നെ സൂചിപ്പിച്ചു. അവരെ കാലുവാരിയവർ ആരാണ്, അവരെ പരാജയപ്പെടുത്തിയവർ ആരാണ്, ആ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ആരാണ് എന്നുള്ളത് അവർ തന്നെ സൂചിപ്പിച്ചല്ലോ. അതിൻ്റെ വിവരങ്ങളും അതിൻ്റെ കാരണങ്ങളും ആ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെല്ലാം അവർ തന്നെ പറയട്ടെ. അത് അവരാണല്ലോ പറയാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ള ആൾ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരാ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്? ശ്രീ കെ മുരളീധരൻ. കെ മുരളീധരൻ എത്ര തവണ കോൺഗ്രസ് വിട്ടുപോയിട്ടുള്ള ആളാണ്. കോൺഗ്രസിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ്. കോൺഗ്രസ് പാർട്ടിക്കെതിരായി മത്സരിച്ചിട്ടുള്ള ആളാണ്. കോൺഗ്രസിനെതിരായ ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കിയ ആളാണ് ശ്രീ കെ മുരളീധരൻ. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്ന പാർട്ടി പോയില്ല, വേറെ പാർട്ടി ഉണ്ടാക്കി തിരിച്ചു വരികയാണ് ചെയ്തത്. പക്ഷേ പത്മജ ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛൻ കോൺഗ്രസ് ഉണ്ടാക്കി, എൻ്റെ അച്ഛൻ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു, അദ്ദേഹം ഭീഷ്മാചാര്യനായിരുന്നു,
ആ പാർട്ടിയെ മുച്ചോട് മുടിക്കാൻ ശപഥം ചെയ്തിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് കയറി ചെന്നിരിക്കുകയാണ് അവർക്ക് കോൺഗ്രസിലും അടുത്തായിരുന്നെങ്കിൽ CPM ഓപ്റ്റ് ചെയ്തുകൊണ്ട് വേറെ എന്തെല്ലാം പാർട്ടികൾ ഇവിടെയുണ്ട്. അവർ BJP-യിലേക്കാണ് പോകുന്നത്. അവർക്കറിയാം BJP-യിലേക്ക് പോവേണ്ടതിന്റെ ആവശ്യകത എന്താണ്, BJP-യിൽ പോയാൽ കിട്ടുന്ന ഗുണം എന്താണ്, പോയില്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക. DIC എന്ന പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് ശ്രീ K. മുരളീധരൻ ആരെല്ലാമായിട്ടാണ് ബന്ധമുണ്ടാക്കിയത്? കോൺഗ്രസുമായിട്ടാണോ? ഇനി അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം സൂചിപ്പിച്ചത് എന്താണ്? ഒരു വർഗീയ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കാൻ പത്മജ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഏത് മുന്നണിയിലാണ് നിൽക്കുന്നത്? ആരുടെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത്? മുസ്ലിം ലീഗിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ വോട്ട് വാങ്ങിക്കൊണ്ട് മുസ്ലിം ലീഗുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മത്സരിക്കുന്ന ശ്രീ K. മുരളീധരൻ പറയുകയാണ് വർഗീയ പാർട്ടിയാണ് BJP എന്ന്. എന്തൊരു വിരോധാഭാസമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് ശ്രീ K. മുരളീധരൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ K. മുരളീധരൻ വടക്കാഞ്ചേരിയിൽ ജയിക്കേണ്ട ആളായിരുന്നില്ലേ? അത്രയ്ക്ക് പ്രാഗൽഭ്യമുള്ള ആളായിരുന്നെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി കസേര മോഹിച്ചുകൊണ്ടാണല്ലോ കോൺഗ്രസ് കാലത്ത് മത്സരിക്കാൻ വേണ്ടി വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്ന സമയത്ത് മുന്നോട്ട് വന്നത്. അത്ര പ്രാഗൽഭ്യമുള്ള ആണെങ്കിൽ അദ്ദേഹം അവിടെ ജയിക്കണ്ടേ? ജയിച്ചില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ്സിൽ എത്രയോ ആളുകൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സിൽ എത്ര പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പരാജയപ്പെട്ട ആളുകളെല്ലാം കോൺഗ്രസിൽ മോശക്കാരാണെങ്കിൽ എത്ര നേതാക്കന്മാർ കോൺഗ്രസിൽ മോശപ്പെട്ട ആളുകളാണ്? മാത്രമല്ല ചെയ്തത്. ഞാൻ പറയുന്ന ഇന്നിപ്പോ ശ്രീ കൃഷ്ണദാസ് ഇവരിറങ്ങിപ്പോകുമ്പോൾ ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ ED-യെ പേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് ഇവരുടെ ഒഫീഷ്യൽ ഹാൻഡിൽ ഒരു പോസ്റ്റ് വരെയാണ്. ആരിട്ടതാ? അഡ്മിൻ ഇട്ടതാണ്. ആ അഡ്മിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല കൂടെ. പിന്നെ ഇവരെ നിങ്ങൾ എടുക്കുന്നത് ആരെ കണ്ടിട്ടാ എന്ന് ചോദിക്കുക ഞാൻ. നിഷാദ്, ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വേറൊരാൾ അഡ്മിനാണ് എന്ന് പറയുന്ന അങ്ങ് തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടു, അത് പിൻവലിച്ചു, അതല്ലെങ്കിൽ അത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയിട്ടാണോ ആളുകൾ വിലയിരുത്തുന്നത് ഒരു നിലപാടിനെ സംബന്ധിച്ച്? അവർക്കെതിരെ ഒരു ED അന്വേഷണവും വന്നിട്ടില്ല. അവരുടെ ഭർത്താവ് സൂചിപ്പിച്ചല്ലോ മാധ്യമങ്ങളുടെ മുൻപിൽ, ഒരു ED അന്വേഷണവും വന്നിട്ടില്ല. ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ED അന്വേഷണം വന്നെങ്കിൽ, അങ്ങനെ ED അന്വേഷണം വരുമ്പോൾ പേടിച്ചോടാനുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാരെങ്കിൽ എത്രയോ കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് വരണം. പ്രധാനപ്പെട്ട കാരണം എത്രയോ കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് വന്നിട്ടുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മ ആരായിരുന്നു? അല്ല, ഇപ്പൊ നിങ്ങളുടെ നോർത്ത് ഈസ്റ്റിലെ മുഴുവൻ പ്രോജക്ടിന്റെയും തലപ്പത്തിരിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മ ആരായിരുന്നു? നിങ്ങൾ ശാരദാ ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട എത്ര പേര് BJP ചേർന്നത് പശ്ചിമ ബംഗാളിൽ പോയി അന്വേഷിച്ച് നമുക്ക് അറിയാൻ പറ്റും. സുവേന്ദു അധികാരി ആരായിരുന്നു? എവിടെയായിരുന്നു? നിങ്ങൾ നിരന്തരമായി അയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അവസാനം നിങ്ങളുടെ കൂടെ വന്നു എല്ലാം നിങ്ങൾക്ക് ഒരു പരാതി. നാരായൺ റാണെ ആരായിരുന്നു? നമ്മുടെ മുമ്പിൽ എന്തുമാത്രം ചരിത്രമുണ്ട്. നിങ്ങൾ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നവർ നിങ്ങളിൽ ചേരുന്നതോടെ സ്വാഭാവികമായും വിശുദ്ധിയുടെ പട്ടം കൈവരിക്കപ്പെടുന്നവർ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ കേരളത്തിലെ സാഹചര്യത്തിൽ നോക്കൂ, എന്തുകൊണ്ട് പത്മജ വേണുഗോപാൽ PS പ്രശാന്തിനെ പോലെ CPM-നെ ഓപ്റ്റ് ചെയ്തില്ല? BJP-യിൽ എന്തിനാണ് പോകുന്നത്? ഇപ്പൊ BJP-യിൽ പോയാൽ മാത്രം പരിഹരിക്കപ്പെടുന്ന എന്തോ ഒരു ക്രൈസിസ് അവരുടെ മുമ്പിലുണ്ടെന്ന് സ്വാഭാവികമായിട്ട് സംശയിച്ചുകൂടെ? ഞാൻ അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, CPM-ന്റെ നിരവധി നേതാക്കന്മാർ, CPM-ന്റെ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും പാർട്ടിയുടെ താഴെ തട്ടിലുള്ള ബ്രാഞ്ച് തലം മുതലുള്ള നേതാക്കന്മാർ, അവരെല്ലാം CPM വിട്ട് പോയിട്ടുള്ളത് എവിടേക്കാണ്? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. അവരെല്ലാം പോയിട്ടുള്ളത് കോൺഗ്രസിലേക്കാണോ? അവരെല്ലാം പോയത് BJP-യിലേക്കും തൃണമൂൽ കോൺഗ്രസിലേക്കുമാണ്. അവരൊരിക്കലും കോൺഗ്രസിലേക്ക് പോയില്ല. എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയില്ല? അപ്പോൾ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ ഹാർഡ് കോറായി നിന്നിട്ടില്ല, CPI-യുടെ ഹാർഡ് കോറായി നിന്നിട്ടില്ല പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും ആളുകൾ അവരിന്ന് എവിടെയുള്ളത്? പാർട്ടി ഓഫീസുകളുണ്ടോ? പാർട്ടി ഓഫീസുകളിൽ കയറാൻ ആളുകളുണ്ടോ അവിടെ? അപ്പോൾ സ്വാഭാവികമായും ഒരു സ്ഥലത്ത് ശക്തി വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക്, ശക്തിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക്, നേതൃത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് അവിടേക്ക് ആളുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമായ നടപടിയാണ്. ആ നേതൃത്വത്തിൻ്റെ പിന്നിലേക്ക് അണിനിരക്കാൻ ആളുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമായ നടപടിയാണ്. BJP-ക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് കാണുമ്പോൾ കേരളത്തിൽ BJP-യിലേക്ക് എത്രയോ ആളുകൾ വരുന്നു. ശ്രീ PC ജോർജ് വന്നില്ലേ? ശ്രീ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി വന്നില്ലേ? അപ്പോൾ കേരളത്തിൽ എത്രയോ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ മക്കൾ BJP-യിലേക്ക് വരുന്നു. BJP-ക്ക് കേരളത്തിൽ ഭരണം നേതാക്കന്മാരുടെ മക്കൾ എന്ന് പറയുന്ന പതക്കമുള്ളവർ മാത്രമേ വരുന്നുള്ളൂ. പണിയെടുത്ത് നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടോ വരാൻ എന്ന് ചോദിക്കാം. നിങ്ങളെ ഒരു പാർട്ടി നിലയ്ക്ക് ഞാനങ്ങനെ ഒരു ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഒരു പാർട്ടി നിലയ്ക്ക് നിങ്ങൾക്ക് എന്താ അതിനുള്ള ഗുണം? PC ജോർജ് അദ്ദേഹത്തിൻ്റെ സകലമാന സാധ്യതകളും പയറ്റി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞപ്പോൾ BJP ഓപ്റ്റ് ചെയ്യാണ്. അനിൽ ആന്റണി ഇവിടെ ഇരുന്നിട്ട് പ്രധാനപ്പെട്ട പദവികളിൽ ഒരു ഗുണവും ചെയ്യാൻ കഴിയാതെ ഒരു നിർഗുണ പരബ്രഹ്മമായി കഴിഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് വരികയാണ്. അപ്പം നിങ്ങൾക്ക് ഇവരുടെയൊക്കെ ഏത് ടൈറ്റിൽ ആവശ്യമുള്ളത്? അവരുടെയൊക്കെ അപ്പന്മാരുടെ ലെഗസി,
അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ആദ്യം മുതലേ ചോദിക്കുന്നത്. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. നിഷാദിനെ പോലുള്ളൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഇരുന്നിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഇരുന്നിട്ടുള്ള ആളുകൾ, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ BJPയിലേക്ക് വരുമ്പോൾ അവരെല്ലാം നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്രയോ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ അവരെക്കുറിച്ച് പറയണമായിരുന്നു. നെയ്യാറ്റിൻകരയിലെ MLA പോയില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ളൊരു മാധ്യമപ്രവർത്തകർ ഉപയോഗിക്കേണ്ട വാക്കുകളാണോ അത്? അങ്ങനെയാണോ നിങ്ങൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ള നിലപാട്? അങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞുള്ള നിലപാടുമായിട്ടാണോ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തനം നടത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ എന്ത് റിസൾട്ട് ഉണ്ടാക്കുന്നു നോക്കിയിട്ടല്ലേ ഓരോരുത്തരും പൊളിറ്റിക്കലി എക്സ്പേർഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കലി അവരെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. PC ജോർജിന്റെ കാര്യം നമുക്ക് അറിയാവുന്ന ഒന്നാണല്ലോ. ഫൈനലി ഇപ്പൊ നിങ്ങൾ PC ജോർജിനെ എടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാനൊന്ന് വരാം ശ്രീകൃഷ്ണദാസ്, ഒന്ന് ഞാൻ അപ്പുറത്തേക്ക് വെക്കോട്ടെ. കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ അക്കര, ഒപ്പം തന്നെ ശ്രീ A. സമ്പത്തും എൻ്റെ കൂടെ ഉണ്ട്. ശ്രീ അനിൽ അക്കര, ഈ കോൺഗ്രസുമായിട്ട് പ്രശ്നമുണ്ട് ഇവർക്ക്. ഇപ്പൊ അവർക്ക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എനിക്കറിയാം, കാരണം ആവശ്യത്തിലധികം അവസരങ്ങൾ കൊടുത്തു, ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു, എന്നിട്ടും അവരിറങ്ങിപ്പോയി എന്ന് നിങ്ങൾക്ക് പറയാനുണ്ട്. ഓൾറെഡി നിങ്ങളുടെ പാർട്ടി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ കോൺഗ്രസിനോട് കലഹിച്ചിറങ്ങിപ്പോകുന്നവരെല്ലാം ആദ്യത്തെ ഓപ്ഷനായിട്ട് മോദിയെയും BJP എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഇതിനകത്ത് ശ്രീമതി പത്മജ വേണുഗോപാൽ ഇന്നലെ 2 മണിക്ക് ഞങ്ങൾ അവരുമായി സംസാരിച്ചതാണ്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയൊരു സംഭവമേ ഇല്ല, ഞാൻ BJPയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനിപ്പോൾ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നിമിഷങ്ങൾക്കകം അവർ വാരാണസിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം പിന്നീട് വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പോസ്റ്റ് പിൻവലിക്കുന്ന ചിത്രമുണ്ടായി. ഇപ്പോൾ നിഷാദ് തന്നെ സൂചിപ്പിച്ചല്ലോ, ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ തന്നെ ഇട്ട് 4 മിനിറ്റിനകം ആ പോസ്റ്റ് പിൻവലിച്ചു നമ്മൾ കണ്ടു. ഇതിനകത്ത് പത്മജ വേണുഗോപാലിൻ്റെ മാത്രം താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പാർട്ടി വിട്ടുപോയത് എന്ന വിശ്വാസം എനിക്കില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ സംഘടനാപരമായ വിഷയങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇവിടെ നടന്ന പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട പല പോസ്റ്റുകളിലേക്കും അവർ ആളുകളെ നിർദ്ദേശിക്കുകയും അവർ പറഞ്ഞ ആളുകളെ മുഴുവൻ ഫില്ല് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് സംഘടനാ പ്രവർത്തനം ഇവിടെ പൂർത്തിയാക്കിയത്. അതിനുശേഷം ബഹുമാനായ MP ശ്രീ TN പ്രതാപൻ നടത്തിയ സ്നേഹ സന്ദേശ യാത്രയിൽ അയ്യന്തോൾ ബ്ലോക്കിലെ പരിപാടിക്ക് വന്ന് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കണം, നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞു പോയ ദിവസം കഴിഞ്ഞ 3-ാം തീയതിയാണ്. ഇന്ന് 7-ാം തീയതിയാണ്. 4 ദിവസം പിന്നിട്ടപ്പോഴേക്കും എന്ത് രാഷ്ട്രീയമായ മാറ്റമാണ് തൃശ്ശൂരിലുണ്ടായത്? ഇവിടെ പറഞ്ഞ പോലെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്ത് നിലപാട് മാറ്റമാണ് പത്മജയ്ക്ക് ഈ 4 ദിവസം കൊണ്ടുണ്ടായത്? ഞാൻ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു ക്ലീൻ അജണ്ടയുണ്ട്. ആ അജണ്ട എന്നുള്ളത് ഇത് പത്മജ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്കുണ്ടായിട്ടുള്ള ചില വ്യക്തിപരമായ വിഷയങ്ങളാണ്. ആ വ്യക്തിപരമായ വിഷയങ്ങൾ പാർട്ടിയുടെ മേലിൽ വെച്ച് കെട്ടാൻ അവർ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള പരാതിയാണ് അവർക്കുള്ളത്. ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു കാലത്തും പരാജയപ്പെടാത്ത ശ്രീ K. കരുണാകരൻ MP ആയിരുന്ന മുകുന്ദപുരത്നം അവർ മത്സരിച്ച് 1,00,000-ലേറെ വോട്ടുകൾക്ക് ശ്രീ ലോനപ്പൻ നമ്പാടിൻ്റെ മുന്നിൽ പരാജയപ്പെടുന്നത്. അതിനുശേഷം ഞാൻ കൂടി മത്സരിച്ച 2016 തെരഞ്ഞെടുപ്പിൽ അവർ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. ഞാൻ എൻ്റെ വിഷയങ്ങളിലേക്ക് കടന്നു പോവുകയല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ പരാജയപ്പെട്ടു. അതിനുശേഷം നടന്ന പാർട്ടിയുടെ പുനഃസംഘടനയിൽ ഞാനും അവരും ഒരേ സമയം KPCCയുടെ നിർവാഹക സമിതി അംഗങ്ങളായിരുന്നു. അതിനുശേഷം പുനഃസംഘടിപ്പിക്കപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമായിരുന്നു. ഇവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എനിക്ക് പദവികൾ വേണ്ട എന്ന് പറയാമായിരുന്നല്ലോ. രാഷ്ട്രീയകാര്യ സമിതി അംഗമാതിൻ്റെ ഫ്ലക്സുകൾ, കട്ടൗട്ടുകൾ ഈ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് മാറ്റിയിട്ട് വേണമായിരുന്നു അവർക്ക് ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ. ഇവിടെ തൃശ്ശൂർ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പത്മജ വേണുഗോപാലിൻ്റെ കട്ടൗട്ടുകൾ ഇപ്പോഴും ഇരിക്കുകയാണ്. രാഷ്ട്രീയ കാര്യ സമിതി അംഗമായ ശ്രീമതി പത്മജ വേണുഗോപാലിന് അഭിവാദ്യങ്ങൾ വരച്ചുകൊണ്ടുള്ള ബോർഡുകൾ, അവർ തന്നെ വെച്ച ബോർഡുകൾ ഈ നഗരത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫേസ്ബുക്കിൽ നിന്നും അവരിട്ട പോസ്റ്റുകൾ മാറ്റാനുള്ള സമയമില്ല. അവർക്ക് കിട്ടിയ അംഗീകാരങ്ങളുമായി ബന്ധപ്പെട്ട് അവർ തന്നെ വെച്ച ബോർഡുകൾ മാറ്റാനുള്ള സമയമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റത്തിലേക്ക് പോയത് എന്നുള്ളത് വളരെ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ഇടപെട്ട ആളെന്ന രീതിയിൽ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായ സുപ്രീം കോടതിയിലെ പ്രമുഖയായ ഒരു അഭിഭാഷകയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഏറെ 6 മാസത്തിലധികമായി
ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻകം ടാക്സ് റെയ്ഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ ഫയൽ ഇപ്പോൾ മരവിപ്പിച്ച് വെച്ചിട്ടുള്ളതും ആ ഫയൽ ഓപ്പൺ ചെയ്യാതിരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ അത് BJP-യിലേക്ക് പോകണമെന്നുള്ളതിൻ്റെ മീഡിയേറ്ററായി സുപ്രീം കോടതിയിലെ ഇവരുടെ ഫാമിലിയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രമുഖ അഭിഭാഷകയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഡീൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് 2 ദിവസം പ്രചരണം നടത്തിയിട്ടും ഒരു ചലനം പോലും ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിൽ കിരീടത്തിൽ തട്ടിയും വീണും പണ്ടവും മുക്കുപണ്ടവുമായി ഇടുക്കാക്കാശായി നിൽക്കുന്ന സുരേഷ് ഗോപിയെ എങ്ങനെയും ജയിപ്പിക്കാൻ കഴിയുന്ന അവസാനത്തെ ഡീലിലേക്ക് 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ പാരമ്പര്യം എന്ന രീതിയിൽ ഈ പാർട്ടി ഒറ്റിക്കൊടുത്തുകൊണ്ട് പത്മജ വേണുഗോപാൽ കടന്നു പോകാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ എന്താണ് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള തന്ത്രം എന്ന് വെച്ചാൽ പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോയാൽ സുരേഷ് ഗോപിക്ക് 10 വോട്ട് കോൺഗ്രസിൽ നിന്ന് കിട്ടിക്കളയുമെന്ന് BJP തന്നെയും ചിന്തിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഗ്രൗണ്ട് അറിയാവുന്ന BJP-ക്കാർ അങ്ങനെ ചിന്തിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഭയമുണ്ടോ? അല്ല ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ സുരേഷ് ഗോപി ചെയ്ത എല്ലാം മണ്ടത്തരങ്ങളാണ്. പിന്നെ ലൂർദ് മാതാവിന് 10 ലക്ഷം രൂപയുടെ കിരീടം ഞാൻ ജയിച്ചാൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പോലും വിലപേശുന്ന സുരേഷ് ഗോപി ആന മണ്ടത്തരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ആളുകളെ സംസാരിക്കുന്ന ആളുകളുമായി തെറ്റി വഴക്കുണ്ടാക്കി പോകുന്ന രാഷ്ട്രീയ ചിത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ കഴിയും? സ്വാഭാവികമായും ഇങ്ങനെ ഒരു എര വന്ന് നിൽക്കുമ്പോൾ അവരുടെ സാമ്പത്തികമായ വിഷയങ്ങളിൽ നിന്നും സാമ്പത്തിക കുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവരെ മാത്രമല്ല ഇവരുടെ ഭർത്താവിനെയും ഇതുമായി ബന്ധമുള്ള ആളുകളെയും രക്ഷപ്പെടുത്താൻ നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രീയമായ ഒരു പുകമറ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഒരു തിരിച്ചടി കോൺഗ്രസിന് കൊടുക്കാൻ കഴിയുമോ എന്നൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീമതി പത്മജ വേണുഗോപാൽ ഈ പാർട്ടി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നിസ്സംഗതനായി നിൽക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഇന്ന് വർദ്ധിച്ച വീര്യത്തോടുകൂടി കടന്നു വന്ന് ശ്രീ TN പ്രതാപനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തേക്കാൾ വിജയിപ്പിക്കാനുള്ള അത്രയും വലിയ ദൃഢനിശ്ചയത്തിലാണ് ഞാനും. അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അവർ വർക്ക് ഫ്രം ഹോം ആണെന്ന്. കാരണം അവരുടെ സഹോദരൻ K മുരളീധരൻ വർക്ക് ഫ്രം ഹോമുകാർക്ക് എന്ത് പദവി ഇനി അധികം കൊടുക്കാനാണെന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ എൻ്റെ അസുഖങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്നാണ് അവർ പറയുന്നത്. വെച്ചാൽ എനിക്ക് അസുഖമാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലിരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ട് നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് BJP-ക്ക് ആ നിലയ്ക്ക് ഗുണപ്പെടില്ല അവരുടെ മണ്ഡലത്തിൽ നിന്ന് വിചാരിക്കാം. പക്ഷെ നോക്കൂ, കേരളത്തിലാകമാനം ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക? മോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആരാണ് ഉറച്ചു നിൽക്കുക എന്ന ക്വസ്റ്റ്യൻ, ആ ചോദ്യം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു മൊമെൻ്റാണിത്. അവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അനിൽ ആന്റണി ഇറങ്ങിപ്പോകുന്നു, പത്മജ വേണുഗോപാൽ ഇറങ്ങിപ്പോകുന്നു എന്നത് രാഷ്ട്രീയമായി നിങ്ങൾക്കുണ്ടാക്കുന്ന പ്രതിച്ഛായ നഷ്ടം, കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ വിശ്വാസ്യത നഷ്ടം കേരളം പോലെ ഒരു സ്ഥലത്ത്, അത് വലുതല്ലേ? അല്ല, സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശ്രീമതി പത്മജ വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് പോകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ മറികടക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞങ്ങൾ കഴിയും എന്നതിൻ്റെ ദൃഢനിശ്ചയമാണ് ശ്രീ K മുരളീധരൻ്റെ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ, തെലങ്കാന പോലുള്ള സംസ്ഥാനത്ത് എത്ര MLA-മാർ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. അവസാനം ഞങ്ങളുടെ കൂടെ 5-3 MLA-മാർ മാത്രമുണ്ടായിരുന്ന സ്ഥലത്ത് ഞങ്ങൾ തിരിച്ചു വരാൻ കഴിഞ്ഞു. ആ തിരിച്ചു വരാൻ കഴിയുന്നത് ഞങ്ങളുടെ ലീഡർഷിപ്പാണ്. മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും എടുക്കുന്ന ഒരു എഫർട്ട് നിസ്സാരമായി കാണേണ്ടതായിട്ടില്ല. അത് ഉറച്ചു നിൽക്കുന്ന കോൺഗ്രസ്സുകാർ അവസാന ശ്വാസം വരെ BJP-യുമായുള്ള പോരാട്ടത്തിന്റെ മുന്നിലുണ്ടാവും. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. പത്മജ വേണുഗോപാൽ 2 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അങ്ങ് രാഷ്ട്രീയം മാറി പോവുകയാണ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരാളാണ്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാളാണ്. അത് വെച്ചിട്ട് എൻ്റെ രാഷ്ട്രീയം മാറ്റുകയാണോ? എൻ്റെ നിലപാടതാണോ? തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ അത് എവിടെയാണ് തിരുത്തേണ്ടത്? അത് തിരുത്തുകയാണ് വേണ്ടത്. ശ്രീമതി പത്മജ വേണുഗോപാൽ എന്തുകൊണ്ടാണ് 2 തവണ തൃശ്ശൂരിൽ തോറ്റത് എന്നുള്ളത് അവർ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അവർ പഠിക്കേണ്ടതായിരുന്നു, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അവർ പഠിക്കേണ്ടതായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. പത്മജ വേണുഗോപാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 3-ാം തീയതി സ്നേഹ സന്ദേശ യാത്രയിൽ പങ്കെടുത്തതിന് ശേഷം അവർ പോയൊരു സാഹചര്യം തീർച്ചയായും നിഷാദ് പറഞ്ഞ് ഞാൻ ഉൾക്കൊള്ളുകയാണ്. നേതാക്കന്മാർ പോകുമ്പോൾ സ്വാഭാവികമായും ഒരു വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ആ വിശ്വാസത വീണ്ടെടുക്കുകയും ആ തിരിച്ചടിയെ മറികടക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഞങ്ങൾക്കുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ശ്രീ K കരുണാകരൻ്റെ വീട്ടിൽ ഈ ലോക്സഭാ മണ്ഡലത്തിലെ 59 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ എന്ന് വെച്ചാൽ പത്മജ വേണുഗോപാൽ ഇരിക്കുന്ന തൃശ്ശൂർ നോർത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ആ ബൂത്തിലെ പ്രസിഡന്റ്, അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്,
അവിടെയുള്ള DCC ഭാരവാഹികൾ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അനാരോഗ്യം മൂലം അല്പം രാഷ്ട്രീയ പ്രവർത്തനം മാറി നിൽക്കുകയും സജീവമായി ഞങ്ങളുടെ കൂടെയൊക്കെയുള്ള ശ്രീ തേരമ്പൽ രാമകൃഷ്ണൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഫീസിന്റെ 3ാമത്തെ നിലയിലേക്ക് 18 വയസ്സുകാരന്റെ ഊർജ്ജത്തിലാണ് BJPയെ പരാജയപ്പെടുത്താനുള്ള ഈ പത്മജയുടെ ഈ രാഷ്ട്രീയമായ വഞ്ചനയ്ക്കുള്ള തിരിച്ചടി നൽകാൻ 3ാമത്തെ നില കയറിയാണ് തേരമ്പൽ രാമകൃഷ്ണൻ ഇന്ന് ഞങ്ങൾ അഭിസംബോധന ചെയ്തെങ്കിൽ അതൊരു ഊർജ്ജമാണ്, ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ശരി, അവിടെ കോൺഗ്രസ് ഈ ഇത്തരം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കെതിരെ കൂടുതൽ ശക്തി ആർജിച്ചു വരുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയാണ്. സമ്പത്ത് നോക്കൂ, കോൺഗ്രസിനകത്ത് അങ്ങനെ വലിയ ജനബന്ധമുള്ള നേതാവൊന്നുമല്ല ഈ പോയ അനിൽ ആന്റണിയും അല്ലെങ്കിൽ ഈ പത്മജ വേണുഗോപാലും ഒന്നും. പിതാവിൻ്റെ രാഷ്ട്രീയ സഭയുടെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ, ജീവിതാന്ത്യം വരെ ഞങ്ങൾക്ക് ആ പെൻഷൻ കിട്ടണമെന്ന് വിചാരിക്കുന്ന പട്ടുമെത്ത മോഹികൾ, അവർ ഇനിയിപ്പോൾ ഈ പാർട്ടി കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഇനി എനിക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു, ഇനിയും വ്യക്തിപരമായും സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അവരിറങ്ങിപ്പോകുന്നതുകൊണ്ട് സത്യത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും വലിയ നഷ്ടമുണ്ടാകുമെന്നറിയില്ല. അതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും എന്താ പറയുക, ഒരു 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 വലിയ ലോസ് എന്ന് പറയുന്ന സംഗതി എന്തുണ്ടാകും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അത് ക്രെഡിബിലിറ്റി പ്രശ്നമാണോ? നിഷാദെ, നമ്മുടെ ഈ ചർച്ച ആരംഭിച്ചിട്ട് ഇപ്പോൾ നമ്മൾ 21ാമത്തെ മിനിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോഴാണ് വർത്തമാനം പറഞ്ഞു തുടങ്ങിയത്. ഒന്നാമത്തെ കാര്യം, ആരെക്കുറിച്ചും എന്തെങ്കിലും വ്യക്തിപരമായി ഒരു പരാമർശം നടത്താനായി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് BJP നേതാക്കളെക്കുറിച്ചോ അതല്ല കോൺഗ്രസിൻ്റെ നേതാക്കളെക്കുറിച്ചോ അങ്ങനെ ആരുടെയെങ്കിലും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോ ഒരു വ്യക്തിപരമായ പരാമർശവും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇത് രാഷ്ട്രീയ വിഷയമാണ്. അത് രാഷ്ട്രീയ വിഷയമായി തന്നെ നാം കാണേണ്ടതുണ്ട്. അവിടെ മറ്റ് വീമ്പു പറച്ചിലുകൾ കൊണ്ടും അതല്ല പാഴ്മുറം കൊണ്ട് ഓട്ടയടക്കൽ ശ്രമിക്കലും ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. BJPയിൽ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് അംഗത്വമെടുത്തത്. KPCCയുടെ ജനറൽ സെക്രട്ടറി എന്ന പദവി, ആ ചുമതല, ആ ഉത്തരവാദിത്വം എന്നത് വളരെ ചെറിയ ഒരു കാര്യമായി നമ്മളാരും കാണുന്നില്ലല്ലോ. KPCCയുടെ ജനറൽ സെക്രട്ടറി BJPയിൽ അംഗത്വം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അവരുടെ പിതാവിന്റെ പേര് പറഞ്ഞ് അവര് രാഷ്ട്രീയ രംഗത്ത് ഇടപെട്ടാൽ അവരെ വഴിയിൽ തടയും എന്ന് ഒരു കൂട്ടർ പറഞ്ഞതായി ഇപ്പോൾ ഈ ചർച്ചകൾക്കിടയിൽ, ഇപ്പോൾ തൊട്ട് മുമ്പുള്ള ഒരു ചർച്ചയിൽ ഞാൻ അങ്ങനെയാണത് കേട്ടത്. അപ്പോൾ BJPയുടെ മറ്റൊരു നേതാവ് പറയുകയാണ്, അങ്ങനെയാണ് എങ്കിൽ അവരുടെ ഈ തടയുന്നവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്ന് കാണിച്ചു കൊടുക്കാം എന്നുള്ള നിലയിലേക്ക്. ഇവരോടെല്ലാവരോടും സ്നേഹബുദ്ധിയ എനിക്കുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന, ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആരുടെയെങ്കിലും വീട്ടിലേക്ക് അത്തരത്തിൽ പോയി അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാക്കുന്നതിനും അത്തരത്തിലുള്ള ക്രമസമാധാന ഭംഗത്തിനുമൊന്നും ഇതൊന്നും ഒരു വിധത്തിലും കാരണമായി തീരരുത് എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ രാഷ്ട്രീയമായി അപ്പുറത്ത് എതിർചേരിയിൽ നിൽക്കുന്നവർ എന്നുള്ളത് കൊണ്ടൊന്നും തന്നെ ശത്രുക്കളായി ദയവായി ആരെയും കാണരുത്. ഒരു സഹോദരൻ പറയുന്നു എൻ്റെ സഹോദരി അല്ല എന്ന് പറയുന്നു, അതെല്ലാം അവരുടേതായിട്ടുള്ള കാര്യങ്ങളായി മാത്രമേ ഞാനിത് കാണുന്നുള്ളൂ. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നമുക്കിപ്പോൾ ആരെയും നമ്മുടെ സഹോദരനും സഹോദരിയുമായി തിരഞ്ഞെടുക്കാനോ തള്ളിക്കളയാനോ അല്ല ഒരു അയൽക്കാരിയോ തിരഞ്ഞെടുക്കാനോ തള്ളിക്കളയാനോ ഉള്ളൂ, അതിനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. നമുക്ക് സുഹൃത്തുക്കളെ അത്തരത്തിൽ സുഹൃത്ത് ബന്ധങ്ങൾ, അത്തരം കാര്യങ്ങൾ, നമ്മുടെ രാഷ്ട്രീയ സംഘടന, അത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കല്ലേ കഴിയുള്ളൂ. ഇവിടുത്തെ രാഷ്ട്രീയ ചോദ്യം എന്താണ്? ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലുള്ള BJP, ആ BJP ഇന്ത്യയുടെ ഭരണഘടനാ സത്തയെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ്. ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയുടെ കടക്കൽ തന്നെ കത്തിവെക്കുകയാണ്. ഫെഡറൽ സംവിധാനത്തെ തന്നെ തകർക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131 ഇൻവോക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ ഇന്ത്യ ഗവൺമെന്റിനെതിരായി സുപ്രീം കോടതിയിൽ കേസ് തന്നെ കൊടുക്കേണ്ടി വരുന്നത് സാമ്പത്തികമായ വിഷയങ്ങളിൽ, അത് ആദ്യത്തേതാണ്, ചരിത്രത്തിൽ നടാടെയാണ്. മുമ്പ് തങ്ങളുടെ അധികാര പരിധിയിൽ കടന്നുകൊണ്ട് നിയമനിർമ്മാണം നടത്തുന്നതിനെതിരായി മധ്യപ്രദേശിലെ സംസ്ഥാന ഗവൺമെന്റ്, പശ്ചിമബംഗാളിലെ സംസ്ഥാന ഗവൺമെന്റ്, ജാർഖണ്ഡിലെ സംസ്ഥാന ഗവൺമെന്റ്, അങ്ങനെ പല സംസ്ഥാന ഗവൺമെന്റുകളും അത് ആർട്ടിക്കിൾ 32 അനുസരിച്ചായാലും 131 അനുസരിച്ചായാലും അത്തരത്തിൽ പലപ്പോഴും കേസിന് പോയിട്ടുണ്ട്. ഇപ്പോൾ BJP ഇപ്പോൾ പറയുന്നത് എന്താണ്? ഞാനൊരു 2-3 മിനിറ്റ് എടുക്കുന്നതിൽ ദയവായി എന്നോട് ക്ഷമിക്കണം, ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. BJPയുടെ വക്താക്കൾ ഇവിടെ ഭരണഘടന തൊട്ട് സത്യം ചെയ്യുകയും ആ ഭരണഘടന സംരക്ഷിക്കുന്നവരാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പുള്ളത് എന്താണ്?
കുറുക്കൻ്റെ കയ്യിൽ കോഴിക്കൂട് എപ്പോഴും ഭദ്രമായിരിക്കും നിഷാദേ. ആ കോഴിക്കൂട്ടിലെ കോഴികളുടെ എണ്ണത്തിൽ മാത്രമേ കുറവുണ്ടാവൂ. ഒരു ചെന്നായുടെ കയ്യിൽ എപ്പോഴും ആട്ടിൻകൂട് എപ്പോഴും ഭദ്രമായിരിക്കും. അതിൻ്റെ തൂണിന് കഴുക്കോലിന് അതിനൊന്നും ഒരു ഭംഗവും ഉണ്ടാവില്ല, എണ്ണത്തിൽ കുറവുണ്ടാവില്ല. ആ ആടുകളുടെ എണ്ണത്തിൽ മാത്രമേ കുറവുണ്ടാവൂ. നിങ്ങളൊരു കഴുതപ്പുലിയാണ് നിങ്ങൾ പശുവിൻ്റെ തൊഴുത്ത് ഏൽപ്പിക്കുന്നതെങ്കിൽ ആ തൊഴുത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവിടുത്തെ ചാണകത്തിനും ഗോമൂത്രത്തിനും അതിൻ്റെ ചുറ്റുപാടുള്ള വൈക്കോൽ തുറവിനും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ആ പശുക്കളുടെ തോലും എല്ലും ചിലപ്പോൾ കിട്ടും. ഇതുപോലെയാണ് ഇന്ന് ഇന്ത്യയിൽ BJP ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിനെ എതിർക്കണം, ഇതിനെ ചെറുക്കണം. അതിനെ എതിർക്കുന്നതിന് ഈ തീവ്ര ഹിന്ദുത്വ നിലപാടിന് ബദലായി മൃദു ഹിന്ദുത്വ നിലപാട് കൊണ്ട് കഴിയില്ല. കോൺഗ്രസ് ഇന്ത്യയിൽ പലയിടത്തും എടുത്ത നിലപാട് ഇതുതന്നെയാണ്. ഞാൻ അതിൻ്റെ നാൾവഴികളിലേക്കൊന്നും പോകുന്നില്ല. കോൺഗ്രസ് എന്നുള്ളത് BJPയിലേക്കുള്ള ഒരു വഴിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട 38 നേതാക്കളാണ് BJPയിലേക്ക് ചേക്കേറിയത്. ആരൊക്കെയാണ് ചേക്കേറിയത്? പേരുകളെല്ലാം ഞാൻ പറയുന്നില്ല. മുൻ മുഖ്യമന്ത്രിമാരുണ്ട്, മുൻ സംസ്ഥാന മന്ത്രിമാരുണ്ട്, മുൻ യൂണിയൻ മന്ത്രിമാരുണ്ട്, മുൻ യൂണിയൻ സഹമന്ത്രിമാരുണ്ട്, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായിരുന്നവരുണ്ട്, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളായിരുന്നവരുണ്ട്. അത്തരത്തിലുള്ള നേതാക്കളാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങളുടെ എല്ലാം ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഹെവി വെയ്റ്റ്സ്, ബിഗ് ക്ലൗഡ്സ് എന്നൊക്കെ പറയുന്ന ക്ലൗഡ്, CLOUT ഒക്കെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പരാമർശിക്കാം. എന്തുകൊണ്ട് പോയി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചോദ്യം അതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ എങ്ങനെയാണ് BJP നേരിടുന്നത്? BJPയും ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ടവരും തമ്മിൽ മാത്രമല്ലല്ലോ പോരാട്ടം. നമ്മൾ ഈ ചില പഴയ ഈ തമിഴ് സിനിമകളിലും പഴയ മലയാള സിനിമകളിലും ഒക്കെ കാണുമല്ലോ, ഒരാളിനെ 5-6 പേര് ഓട്ടിച്ച് ഇങ്ങനെ അവരെല്ലാം കൂടി വളഞ്ഞു നിന്ന് തല്ലുന്നത്, ആ തല്ലിനെ ചെറുക്കുന്നതായിട്ടുള്ള നായകൻ്റെ അവസ്ഥയിലാണ് ഇന്ത്യൻ ജനതയുടെ സ്ഥിതി. എന്താ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയാലും ഇന്റലിജൻസ് ബ്യൂറോ ആയിരുന്നാലും CBI ആയിരുന്നാലും അല്ല കസ്റ്റംസ് ആയിരുന്നാലും അല്ല GST ആയിരുന്നാലും ഇങ്ങനെ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മുതൽ ഇതിലെല്ലാം തന്നെ ഈ സെൻട്രൽ ഏജൻസികളാണ് അൺലീഷിംഗ് ദി ഹണ്ടർ ഡോഗ്സ് എന്ന് പറയാവുന്നത് പോലെയാണ് ഇതിനെല്ലാം കെട്ടഴിച്ചു വിടുന്നത്. ഇതൊരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി പലരും പോകുന്നു എന്നൊക്കെ പല ആളുകൾക്കും പറയാനായി കഴിഞ്ഞേക്കും. പക്ഷെ അത്തരം കാര്യങ്ങളിൽ ഒരു കാര്യം നോക്കേണ്ടത്, ഇവിടെ ഇന്നിപ്പോൾ ശ്രീമതി പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചർച്ച നടക്കുമ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? BJPയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായിട്ടുള്ള ജനവിരുദ്ധ ജനദ്രോഹ നടപടികൾക്കെതിരായിട്ടുള്ള നിലപാടുകളിൽ കോൺഗ്രസ് എടുക്കുന്നത് എന്താണ്? അപ്പം ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പ്രിയ സുഹൃത്ത് ശ്രീ അനിൽ അക്കര അദ്ദേഹം പറഞ്ഞതിലൊരു ഫാക്ച്വലായ ഒരു കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ കൂടി. മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെയല്ലേ CITUവിൻ്റെ ദേശീയ നേതാവായിരുന്ന സഖാവി E. ബാലാനന്ദൻ ചുറ്റിക്കാരുവാൽ നക്ഷത്രം അടയാളത്തിൽ മുമ്പ് ജയിച്ചത്? ലോണപ്പന്നമ്പാട മാഷ് മാത്രമല്ലല്ലോ, അതിനു മുമ്പ് ജയിച്ചിരുന്നില്ലേ? അതൊന്നും അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമൊന്നുമല്ല. ഞാനിപ്പോൾ ആരെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, ഞാനൊരു ഫാക്ച്വൽ ഒരു ക്ലാരിഫിക്കേഷൻ മാത്രം ഞാനിവിടെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. കോൺഗ്രസിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് നിർത്താം. ഇതുപോലെ നിഷാദെ നമ്മുടെ ചില ചർച്ചകളിൽ ആ ചർച്ചകളിൽ മറുഭാഗത്ത് വന്നിരുന്ന് CPIMനെ ഇടതുപക്ഷത്തെ നഖശികാന്തം എതിർക്കുകയും ഇംഗ്ലീഷിൽ റിഡിക്യൂൾ ചെയ്യുക എന്ന് പറയുമല്ലോ, പരിഹസിക്കുക എന്നുള്ളതിനും അപ്പുറമായിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ, ഇപ്പുറത്തിരിക്കുന്ന ആളിനെ വ്യക്തിപരമായി അടക്കം തേജോവധം ചെയ്യുന്ന നിലയിലേക്കുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ള അത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ വക്താക്കളും ചിലർക്ക് മലയാളം പോലും അവർക്ക് നേരെ ചൊവ്വേ പറയാൻ കഴിയാത്തത് കൊണ്ട് ആംഗലേയം കലർന്ന മലയാളമാണ് ചില ആളുകളെങ്കിലും പറഞ്ഞത്. ഞാൻ ആരുടെയും പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. എവിടെയാണ് അവരെല്ലാം ഇപ്പോൾ ഇരിക്കുന്നത്? അത്തരത്തിൽ കോൺഗ്രസിന്റെ വക്താക്കളായിരുന്നവരും കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നവരും കോൺഗ്രസ്സുകാർ തന്നെ അത്തരത്തിൽ കൊട്ടിഘോഷിച്ചിരുന്നവരും ഇന്ന് BJPയുടെ പാളയത്തിലാണല്ലോ എത്തപ്പെട്ടിട്ടുള്ളത്. BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ വിഴുങ്ങുക അല്ലെങ്കിൽ വേട്ടയാടുക, ഐദർ സ്വലോ ഓർ പോച്ച് എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയിൽ പോകുന്നുള്ള മൗലികമായ പ്രശ്നത്തെ കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ആളുകൾ BJPയിലേക്ക് പോകുക എന്നുള്ളത് ഞെട്ടലുണ്ടാക്കുന്നതോ പുതിയതോ ആയ ഒരു സംഗതി അല്ലാത്തത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കേരളം പോലെയുള്ള വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു സംസ്ഥാനത്ത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാക്കും വിധത്തിൽ ആളുകൾ ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അത് പരിശോധിക്കേണ്ട വിഷയമാണ്. ശ്രീ കൃഷ്ണദാസ്, നോക്കൂ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങനെ എത്തിക്കലായിട്ടുള്ള ഒരു സമീപനവുമില്ലേ? ആർക്കും വരാം, ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറായാൽ ആർക്കും വരാം എന്ന നില നിങ്ങൾ എടുക്കുകയാണോ? ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ നിങ്ങളുടെ നിത്യവിമർശകരായ ആളുകൾ, അഴിമതിയുടെ പേരിൽ അന്വേഷണം വേണമെന്ന് നിങ്ങൾ സമരം ചെയ്ത ആളുകൾ, അവരെ പോലും നിങ്ങൾ എടുക്കുക. നിങ്ങൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും വിശുദ്ധ പദവി, എല്ലാവർക്കും ദേശീയ വൈസ് പ്രസിഡന്റ് പദവി. ഇവിടെ ഇന്നലെ വരെ BJPയിലെ ഈ സുരേഷ് ഗോപി കള്ളപ്പണക്കാരനാണ്, അയാളുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം, മോദി ഇന്ത്യക്ക് എന്ത് നേട്ടമാണ് കൊണ്ടുവന്നത് നാശമല്ലാതെ എന്നൊക്കെ പ്രസംഗിക്കുകയും എഴുതുകയൊക്കെ ചെയ്ത ഒരാൾ
ഇന്നൊരു ദിവസം വന്ന് BJP ആസ്ഥാനത്ത് വന്ന് ഈ പറയുന്ന എന്താണ് അംഗത്വം വാങ്ങിക്കുകയാണ്. എന്നിട്ട് അവസാനം ഒരു വരിയിൽ പറയുകയാണ് മോദി എനിക്ക് കൊള്ളാം, അയാൾ നല്ല ലീഡറാണ് എന്ന് പറയുകയാണ്. എന്താണെന്ന് വിശദീകരിക്കാൻ കൂടി അവർക്ക് കഴിയുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഡോർസ് ആർ ഓൾവേസ് ഓപ്പൺ, എപ്പോൾ വേണമെങ്കിലും ആർക്കും വരാം, വന്ന് കയറിയാൽ പിന്നെ സെറ്റ്, അങ്ങനെയാണോ? നിഷാദ്, BJPയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നയങ്ങൾ അംഗീകരിക്കുകയും BJP മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാൾ BJPയിലേക്ക് വരുന്നതിൽ എന്താ തെറ്റുള്ളത്? കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ശ്രീ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ നിഷാദെ. ശ്രീ ബഹുമാനപ്പെട്ട സമ്പത്ത് നേരത്തെ ഇരുന്നിരുന്ന ചുമതലയിൽ ഇപ്പോൾ KV തോമസ് അല്ലേ ഇരിക്കുന്നത്? എൻ്റെ അറിവനുസരിച്ച് ശ്രീ KV തോമസാണ് ആ ചുമതലയിലിരിക്കുന്നത്. കേരളത്തിൻ്റെ പ്രതിനിധിയായി ഡൽഹിയിലിരിക്കുന്നത് ശ്രീ KV തോമസ് മാഷാണ്. അദ്ദേഹം എവിടെ നിന്നാണ് പോയിട്ടുള്ളത്? കോൺഗ്രസിൽ നിന്നല്ലേ, ഇടതുപക്ഷത്തേക്കല്ലേ പോയത്? അപ്പോൾ കോൺഗ്രസിൽ നിന്ന് എത്രയോ ആളുകൾ ഇടതുപക്ഷത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രത്യേകിച്ചൊന്നും കാണേണ്ടതില്ലേ? അപ്പം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ഒരാൾ രാഷ്ട്രീയം ഉപേക്ഷിച്ച്, ഒരു പാർട്ടി ഉപേക്ഷിച്ച്, അവരുടെ നിലവിലുള്ള ആശയം ഉപേക്ഷിച്ച് ഒരാൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുകിൽ ആശയപരമായിട്ടുള്ള വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം, ഇനി അതല്ലെങ്കിൽ അവർ നേരിട്ടിട്ടുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പോകുന്നവരുണ്ടാവാം. എത്രയോ ആളുകൾ കോൺഗ്രസ് ഉപേക്ഷിച്ച് പോയിരിക്കുന്നു, എത്രയോ ആളുകൾ ഇടതുപക്ഷത്ത് നിന്ന് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. അതൊക്കെ കാലാകാലങ്ങളിൽ നമ്മുടെ സംസ്ഥാനം കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ BJPക്ക് അനുകൂലമായ ആളുകൾ നിലപാടുകൾ സ്വീകരിക്കുന്നു. BJP മുന്നോട്ട് വെക്കുന്ന ഒപ്പം കേരളത്തിലെ നിരവധി ആളുകൾ വരാൻ വേണ്ടി തയ്യാറാകുന്നു, രാജ്യത്തെ നിരവധി ആളുകൾ വരാൻ വേണ്ടി തയ്യാറാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ വേറൊരു ഉദാഹരണം സൂചിപ്പിച്ചത്. പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ മുഴുവൻ പോയി ചേർന്നിട്ടുള്ളത് തൃണമൂൽ കോൺഗ്രസിലും BJPയിലുമാണ്, അവർ കോൺഗ്രസിലല്ല. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ഇടതുപക്ഷത്തു നിന്നും ആളുകൾ പോകുന്നുണ്ട്. ഈ സംസ്ഥാനത്ത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് വരാനും അവർക്ക് പ്രവർത്തിക്കാനും അവർക്ക് ആശയപരമായി ചേരാനും കഴിയുന്ന ഒരു സ്ഥലമായി BJP മാറുന്നതിൽ എന്താ തെറ്റുള്ളത്? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി BJP മാറുന്നതിൽ എന്താ തെറ്റുള്ളത്? BJPയുടെ ആ തരത്തിൽ ആളുകൾക്ക് ഒരു അസ്പർശ്യത കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നയം ഞങ്ങൾക്കില്ല. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തോടനുബന്ധിച്ച് വരാനും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതികളോടൊപ്പം നിൽക്കാനും കഴിയുന്ന ആളുകൾക്ക് ഞങ്ങളോടൊപ്പം വരാം. അത് ഈ പാനലിൽ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരടക്കമുള്ള ആളുകൾ നാളെ BJPയിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് എതിർപ്പുള്ള ആളുകളല്ല. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം അങ്ങ് സൂചിപ്പിച്ചത്, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും എത്രയോ കുടുംബങ്ങളിലെ ആളുകൾ രാഷ്ട്രീയ നേതൃത്വത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തന്നെ വേറൊരു മന്ത്രിയില്ലേ? അപ്പോൾ അതെല്ലാം നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എത്രയോ ആളുകൾ മക്കളായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വന്ന് MP-മാരും MLA-മാരുമായിട്ടുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷത്തുമായിട്ടുണ്ട്, വലതുപക്ഷത്തുമായിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രത്യേകമായി ഒരു തെറ്റായിട്ടുള്ള നയമായി കാണേണ്ടതോ അതിനെ ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്തി കാണേണ്ടതോ ഇല്ല. BJP രാഷ്ട്രീയത്തെ ശരിയാമണ്ണം മനസ്സിലാക്കി വരുന്നവരാണ് എന്ന പോയിന്റാണ്. ഞാനൊന്ന് അനിലക്ക് വീണ്ടും ശ്രീ അനിൽ അക്കര, കോൺഗ്രസ് വിട്ടു പോകണമെന്ന് തീരുമാനിക്കുന്ന ആളുകൾ, കോൺഗ്രസിൽ മതിയായ പരിഗണന കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ BJPയിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ പത്മജയുടെ കാര്യം താങ്കൾ പറഞ്ഞു, പത്മജയ്ക്ക് ED പേടിയുണ്ട്, അതുകൊണ്ട് പോകാത്ത നിവൃത്തിയില്ല. പക്ഷേ ആളുകൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്ന BJP ആണല്ലോ. അതിന്റെ കാരണം എന്താണെന്ന കാര്യം നിങ്ങൾ ശരിക്കും ആഴത്തിൽ ആലോചിക്കേണ്ടതല്ലേ? കാരണം പെട്ടെന്ന് പോയി ചേരാൻ BJPയും നമ്മളും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുമിച്ചാണ്, ഏതാണ്ട് വലിയ അകലമൊന്നും ഇല്ലാതെ ചേർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ധാരണ ആളുകൾക്ക് വന്ന് പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഞാൻ ദേശീയ രാഷ്ട്രീയം തന്നെ എടുത്താൽ പല വിഷയങ്ങളിലും നിങ്ങൾക്കും BJPക്കും എല്ലാം ഏതാണ്ട് ഒരേപോലത്തെ പൊസിഷനാണ്. അപ്പോൾ നമുക്കിടയിൽ അങ്ങനെ ദാർശനികവും പ്രത്യയശാസ്ത്രപരമായ അകലമൊന്നുമില്ല. വേഗത്തിൽ ചെന്ന് ലയിക്കാൻ കഴിയും വിധം അടുത്തേ സഞ്ചരിക്കുന്ന രണ്ട് രാഷ്ട്രീയ ധാരകൾ എന്നൊക്കെ ആളുകൾക്ക് തോന്നുന്നുണ്ടാവും ഇതിനകത്ത് നിൽക്കുമ്പം. ഇവിടെ രണ്ട് കാര്യങ്ങൾക്ക് ആദ്യം മറുപടി പറഞ്ഞു പോകേണ്ടത്. അത് പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഒന്ന്, ശ്രീ സമ്പത്ത്, ബഹുമാനീയ സമ്പത്ത് MP ആയും ഒക്കെ വലിയ പരിചയസമ്പന്നരാണ്. ഞാൻ അദ്ദേഹത്തെ തിരുത്താൻ ആളല്ല. പക്ഷെങ്കിലും പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഈ സമയത്ത് KPCCയുടെ ജനറൽ സെക്രട്ടറി അല്ല. ഞാനും ശ്രീമതി പത്മജയും KPCCയുടെ നിർവാഹക സമിതി അംഗങ്ങളാണ്. അവരെ ഇപ്പോൾ അടുത്തതായി പോസ്റ്റ് ചെയ്തത് രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്ന രീതിയിലാണ്. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി അല്ല അവർ എന്നുള്ളത് ഞാൻ ഇവിടെ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് ആളുകൾ പോയിട്ടുണ്ട്, ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ബഹുമാനായ സമ്പത്തിൻ്റെ പാർട്ടി CPIM ആണ്. ആ പാർട്ടി ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. CPI എന്നൊരു പാർട്ടിയാണ് ഇന്ത്യയിലുണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടി പിളർന്നിട്ടാണ് CPIM എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായത്. അതിൽ നിന്നാണ് KR ഗൗരിയമ്മ പോയി JSS ഉണ്ടാക്കിയത്. MV രാഘവനായിരുന്നു പോയിട്ടാണ് MVRൻ്റെ പാർട്ടിയായ CMP ഉണ്ടായത്. പിന്നെ അതൊക്കെ ആശയപരമായ ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോയത്. ഞാനത് കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുകയല്ല. അങ്ങനെയുള്ള നിലപാടുകളുടെ ഭാഗമായി പാർട്ടി വിട്ടു പോയ ആളുകൾ ഇവിടെയുണ്ട്.
പക്ഷേ പത്മജ വേണുഗോപാൽ പോയി ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ഞാൻ നിഷാദ് പറഞ്ഞ ക്വസ്റ്റ്യനിലേക്കാണ് കടന്നു വരുന്നത്. അവർ പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത് BJPയുടെ പ്രവർത്തനങ്ങളിൽ ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ആ നിലപാട് സ്വീകരിച്ചു എന്നല്ല അവർ പറഞ്ഞത്. നിലപാടിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അവർ ആദ്യം പറയേണ്ടത് BJPയുടെ ഭരണഘടനയും BJPയുടെ നിലപാടുകളും ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അതിന് പകരം അവർ പറഞ്ഞത് എന്താണ്? ഞാൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എനിക്ക് പരാജയപ്പെട്ടപ്പോൾ ഞാൻ പരാതി കൊടുത്തു, നടപടി ഉണ്ടായില്ല. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടു, നടപടി ഉണ്ടായില്ല. ഇതാണോ രാഷ്ട്രീയമായ നിലപാട്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, പരാജയപ്പെടും, അതൊക്കെ ശരിയായ കാര്യമാണ്. അവർക്ക് KTDCയുടെ ചെയർപേഴ്സണായി ശ്രീ AK ആന്റണിയുടെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം, പിന്നീട് ഉമ്മൻചാണ്ടിയുടെയും കാലഘട്ടത്തിൽ KTDCയുടെ ചെയർപേഴ്സണായി അവർക്ക് അധികാരം കൊടുത്തതാണ്. വളരെ ഉന്നതമായ പദവിയാണ് KTDCയുടെ ചെയർപേഴ്സൺ എന്നുള്ള കാര്യം ഞാൻ അതിലേക്ക് കടന്നു പോവുകയല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത സമയത്ത് അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ സമ്പത്ത് പറഞ്ഞ പോലെ ഞാൻ CPIMന്റെ സ്ഥാനാർത്ഥികളോട് മത്സരിച്ച് ജയിച്ചില്ല എന്നല്ല ഞാൻ സൂചിപ്പിച്ചു. ശ്രീ K കരുണാകരൻ മത്സരിച്ച് ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടുകൾക്ക് വിജയിച്ച അതേ സ്ഥലത്താണ് ശ്രീമതി പത്മജയ്ക്ക് ആ പാർട്ടി അന്ന് അവിടെ സീറ്റ് കൊടുത്തത്. അപ്പം ശ്രീ തേറമ്പൽ രാമകൃഷ്ണൻ അദ്ദേഹത്തെ മാറ്റിയാണ് ശ്രീമതി പത്മജയ്ക്ക് അവിടെ സീറ്റ് കൊടുത്തത്. അപ്പോൾ ആ പരാജയപ്പെട്ട സമയത്തുണ്ടായിട്ടുള്ള പരാതികൾ, ആ പരാതികൾ രാഷ്ട്രീയമായ നിലപാടിൻ്റെ വിഷയമല്ല, അത് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ശ്രീ കൃഷ്ണദാസിനോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്. ശ്രീമതി പത്മജ ഈ 2024 മാർച്ച് 3-ാം തീയതി നരേന്ദ്രമോദിക്കെതിരായുള്ള പ്രസംഗവും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായുള്ള പ്രസംഗവും തൃശ്ശൂരിൽ ഉണ്ടാക്കിയ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരായ പ്രസംഗത്തിൽ സ്നേഹത്തിൻ്റെ സന്ദേശം ഉയർത്തിയ പത്മജ, ആ പത്മജയ്ക്ക് 4 ദിവസം കൊണ്ട് എന്ത് രാഷ്ട്രീയമായ നിലപാട് മാറ്റമാണ് ഉണ്ടായത്? അതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിലുള്ള മറുപടിയാണ് കൃഷ്ണദാസ് പറയേണ്ടത്. അതിൻ്റെ മറുപടി എന്നുള്ളത് അവരുടെ മേലുണ്ടായ സമ്മർദ്ദങ്ങളാണ്. ഞങ്ങൾ അവരുമായി നേരിട്ട് സംസാരിച്ചാണ്. ഇന്നലെ 2 മണിക്ക് തൃശ്ശൂർ രാമലയത്തിൽ നിന്നും ശ്രീ TN പ്രതാപൻ്റെ ഫോണിൽ അവർ പറയുന്ന മറുപടി ഞാൻ കേട്ട മറുപടിയാണ്. വാരാണസിയിൽ സാരി വാങ്ങാൻ, ഞങ്ങൾ പുതുതായി തുടങ്ങാൻ പോകുന്ന കടയിലേക്ക് സാരി വാങ്ങാൻ പോയതാണ്. ന്യൂസ് 18-ലെ ഒരു പത്രപ്രവർത്തകർ ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞത്, ഞാൻ ഈ കോൺഗ്രസിലാണ്, നാളത്തെ കാര്യം എനിക്ക് പറയാൻ കഴിയില്ല, എന്നെ അവർ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഞാൻ ഇപ്പോൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിമിഷങ്ങൾക്കും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ് വൈകുന്നേരമാകുമ്പോഴേക്കും മാറിയത്? ഞാൻ കൃത്യമായി പറയുന്നു, ഇത് രാഷ്ട്രീയമായ തീരുമാനമല്ല, അവരുടെ വ്യക്തിപരമായ സാമ്പത്തിക കുറ്റാന്വേഷണങ്ങളിൽപ്പെട്ട് നാളുകളിൽ സാമ്പത്തിക കുറ്റവാളിയാവുന്ന പ്രക്രിയയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ അഭിഭാഷക മുഖേന ബഹുമാനായ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തിയുണ്ടാക്കിയ ഡീലാണ്. ആ ഡീല് ഇവിടെ ഒരു ചെറിയ ഡീലാണ്, പക്ഷെ ആ ഡീല് രാജ്യത്ത് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് കടന്നു പോവുകയില്ല. അപ്പോൾ ആ ഡീല് അവരുടെ വ്യക്തിപരമായ അജണ്ടയാണ്. ആ വ്യക്തിപരമായ അജണ്ട വെച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തീരുമാനിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന കാര്യം ഞാൻ കൃത്യമായി പറയാൻ പോവുകയാണ്. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നിഷാദ് ചോദിച്ചത് ഇവിടെ പത്മജ വിചാരിച്ച വോട്ട് കുറയുമെന്നാണോ എന്നൊരു ചോദ്യമാണല്ലോ ചോദിച്ചത്. ഞാൻ പറഞ്ഞതല്ല, BJPയുടെ തെറ്റിദ്ധാരണയാണ്. ഇവിടെ മാതാവിനെ ചെമ്പ് കിരീടം കൊടുത്തും മാതാവിനെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന രാഷ്ട്രീയം കൊണ്ടുവന്നപ്പോൾ അത് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങൾ ഒന്നടങ്കം തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെയാണ് വീണ്ടും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അത് ഇങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് കോൺഗ്രസിനെ തകർക്കാമെന്നുള്ള ധാരണ BJPക്കുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ശ്രീ തേറമ്പൽ രാമകൃഷ്ണൻ ഇന്ന് ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും BJP സർക്കാർ പരത്തുന്ന വെറുപ്പിനെതിരെ സ്നേഹയാത്ര സംഘടിപ്പിക്കുന്നതിന്റെ ആവേശം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരാൾ, ഇന്ത്യ മുന്നണി ഇതാ സടകുടഞ്ഞെഴുന്നേൽക്കുന്നു എന്ന് ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ഫേസ്ബുക്കിൽ എഴുതിയ ആൾ പെട്ടെന്നൊരു ദിവസം നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ അലിയുന്നത് എങ്ങനെയാണ്? നരേന്ദ്രമോദി 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിന്റെ മാറ്റം 4 ദിവസം മുമ്പ് ഉണ്ടായതല്ല. അപ്പം 4 ദിവസം മുൻപ് വരെ നരേന്ദ്രമോദിയുടെ ഭരണ നയങ്ങളോട് വിദ്വേഷം ഉണ്ടായിരുന്ന ഒരാൾക്ക് 4 ദിവസത്തിന് ശേഷം എന്ത് മാറ്റം വരുന്നു എന്നാണ് നിങ്ങളും കൂടി വിശദീകരിക്കേണ്ട കാര്യമല്ലേ? എല്ലാവരും BJPയിൽ പോകുന്നല്ലോ എന്ന് ചോദിച്ചു കോൺഗ്രസിനെ മാത്രം വിമർശിച്ചാൽ പോരല്ലോ. സകലരെയും പലവിധ മാർഗങ്ങളിലൂടെ സമ്മർദ്ദത്തിലൂടെ വാരിപ്പിടിക്കുന്ന നിങ്ങളോടും ചോദ്യം ചോദിക്കേണ്ടതാണല്ലോ. നിങ്ങൾ പറ, 4 ദിവസം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടായിട്ടാണ് ഇവർ വരുന്നത്? നിങ്ങൾ ഭയപ്പെടുത്തിയിട്ടല്ലാതെ. എന്നോടാണോ കൃഷ്ണദാസ്? എന്നോടാണോ നിഷാദ്? യെസ്.
നിഷാദെ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ അനിൽ അക്കരെ സൂചിപ്പിക്കുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അവർക്കെതിരെ ഒരു അന്വേഷണം വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഭയപ്പെട്ട് BJP-യിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീ AK ആന്റണിയുടെ മകൻ ശ്രീ അനിൽ ആന്റണി വന്നതിന്റെ പിന്നിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെയാണെങ്കിൽ ശ്രീ അനിൽ അക്കരെ സമ്മതിക്കുമോ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ അല്ലല്ല ഞാനൊന്ന് പറയട്ടെ, കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ BJP-യിൽ ചേരുന്നത് വരെ ഉണ്ടായിരുന്ന പത്മജ വേണുഗോപാൽ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ ഭാഗമായിട്ടുള്ള അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഡയലോഗോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ ഒരു ഉപരിപ്ലവമായ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇത് സ്പെസിഫിക്കാണ്, ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ട് പറയണമെന്നാണ് ശ്രീ കൃഷ്ണദാസ്. അല്ല, ഞാനതാണ് തിരിച്ചു ചോദിക്കുന്നത്. ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇരുന്ന ഇന്നലെ വരെ അവർ ഒരു സാമ്പത്തിക തട്ടിപ്പിലുള്ള ആളാണെന്നാണോ ശ്രീ അനിൽ അക്കരെ ധരിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇന്ന് കോൺഗ്രസ്, ഇന്ന് എല്ലാ വാർത്താ മാധ്യമങ്ങളും വാർത്ത പുറത്തുവിട്ടല്ലോ, കോൺഗ്രസ്സുകാർ അടിയന്തരമായി തൃശ്ശൂർ ജില്ലയിൽ യോഗം ചേർന്ന് പത്മജ വേണുഗോപാൽ പോയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി ചർച്ച നടത്തുന്നു. നിഷാദ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് യാതൊരു വ്യക്തിപ്രഭാവവും യാതൊരു വോട്ട് ക്യാൻവാസ് ചെയ്യാനുള്ള പവറും ഇല്ലെങ്കിൽ എന്തിനാണ് പിന്നെ അങ്ങനെ ഇത്ര തിരക്ക് പിടിച്ച് കോൺഗ്രസ്സുകാർ അടിയന്തര യോഗം ചേർന്ന് വലിയ ചർച്ചകൾ നടത്തുന്നത്? ഞങ്ങളതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി തെരമ്പിൽ രാമകൃഷ്ണൻ ബഹുമാനപ്പെട്ട മുൻ MLA അദ്ദേഹം 3 നില കയറി എന്ന് ആവേശത്തോടു കൂടി ശ്രീ അനിൽ അക്കരെ പറയുന്നത് എന്തിനാണ്? അല്ലല്ലേ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് 3 നില കയറി ശ്രീ തെരമ്പിൽ രാമകൃഷ്ണൻ യാത്ര ചെയ്യുന്നത്? ഈ പ്രായമായ സമയത്ത് അദ്ദേഹം കയറി വന്നു എന്ന് എന്തിനാണ് അനിൽ അക്കരെ പറയുന്നത്? അപ്പൊ അനിൽ അക്കരെ അടക്കമുള്ള ആളുകൾക്ക് വലിയ ഭയമുണ്ട്. ശ്രീമതി പത്മജ വേണുഗോപാൽ സംരക്ഷിക്കേണ്ടത് BJP-ക്കാരന്റെ ഉത്തരവാദിത്തമല്ല. പോകുന്ന പത്മജയുടെ പിന്നാലെ ഉത്തരവാദിത്തമല്ല. ഞങ്ങളുടെ പാർട്ടിയെ നിങ്ങൾ രണ്ടും കൂടി പറയരുതെന്ന്. സംരക്ഷിക്കണം. അല്ലല്ല നിങ്ങൾ രണ്ടും കൂടി പറയരുതെന്ന്. നിങ്ങൾ രണ്ടും കൂടി പറയരുത്. പത്മജ വേണുഗോപാലിന് ഒരു ശക്തിയില്ല എന്നും പറയരുത്. തെരമ്പിൽ രാമകൃഷ്ണൻ 3 നില കയറി വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നും കൂടി പറയരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കാര്യത്തിന് ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് രണ്ടും നടക്കുന്ന ഒരേ ദിവസമാണെങ്കിൽ പത്മജ വേണുഗോപാൽ പോകുമ്പോൾ കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ട് എന്ന് നിങ്ങൾ പറയാതെ പറയുകയാണ്. അപ്പൊ ആ ക്ഷീണത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ വേണ്ടി കഴിയൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്മജ വേണുഗോപാൽ 4 ദിവസം മുൻപ് എന്തായിരുന്നു, പത്മജ വേണുഗോപാൽ 4 ദിവസം മുൻപ് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതല്ല, ഇന്നവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നവർ സ്വീകരിക്കുന്ന നിലപാട് കോൺഗ്രസ് വിരുദ്ധ നിലപാടാണ്. താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ചേർന്നത്? അങ്ങനെ ഡയലോഗ് അവർ പറഞ്ഞില്ലല്ലോ. BJP-യുടെ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആരാണ് പാർലമെന്ററി പാർട്ടിയിലുള്ള ആളുകൾ എന്നതുപോലും മനസ്സിലാക്കിയിട്ടല്ല അവർ ചേർന്നിട്ടുള്ളതെന്നല്ലോ. അല്ല അങ്ങനെ അല്ല, BJP-യുടെ അംഗത്വം നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി വിട്ടത്. നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി വിട്ടുന്നത്. കള്ളപ്പണം മൂടി വെച്ചത് പിടിക്കുമെന്ന് പാർട്ടി വിട്ടപ്പോൾ അങ്ങനെയാണോ? BJP-യിലേക്ക് ആരെങ്കിലും വന്നാൽ ഈ ദിവസം അവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് മാത്രം BJP പരിഗണിച്ചാൽ മതി എന്നാണ് BJP നേതാവ് കൂടിയായ ശ്രീ കൃഷ്ണദാസ് പറയുന്നത്. ശ്രീ A. സമ്പത്ത്, ഇതിപ്പോ കോൺഗ്രസുകാർ BJP-യിലേക്ക് പോകുന്നു, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ക്യാമ്പയിൻ ഈ തെരഞ്ഞെടുപ്പിൽ ഗുണപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വരവും അദ്ദേഹത്തിന്റെ പ്രസൻസും ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ എന്താണ് മോശം സാഹചര്യത്തെ മറികടക്കാൻ, കവറപ്പ് ചെയ്യാൻ അവരെ സഹായിച്ചേക്കില്ലേ കഴിഞ്ഞ തവണത്തേതുപോലെ? നിഷാദേ, തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിഷയം ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ പല ദേശീയ നേതാക്കൾ തന്നെ BJP-യിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ശ്രീമതി പത്മജ വേണുഗോപാലിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രീമതി പത്മജ അങ്ങനെ ഒരു ദേശീയ നേതാവല്ല, സംസ്ഥാന നേതാവല്ല. അവരെ വ്യക്തിപരമായി പരാമർശിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഇകഴ്ത്തിപ്പോലും പല പരാമർശങ്ങളും, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വരുമ്പോൾ ഈ ജസ്റ്റ് ലൈക്ക് ദ ഈ മിഷനറീസ്, ഈ കൂലിപ്പടയാളികളെ പോലെ അത്തരത്തിൽ അശരീരികളായി മറഞ്ഞിരുന്ന പല ആളുകളും അത്തരത്തിൽ വളരെ സഭ്യേതരമല്ലാത്ത, അതിനെല്ലാം നമ്മളൊക്കെ തന്നെ വിധേയരാകുന്ന ആളുകളാണ്. പൊതുരംഗത്ത് നിൽക്കുന്നവരും മാധ്യമ പ്രവർത്തകരുമെല്ലാം. മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം അനിവാര്യവുമാണ്. BJP കോൺഗ്രസ് നേതാക്കൾക്ക് വില പറഞ്ഞിരിക്കുകയാണ്. ആ വില പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ 2 ബഹുമാന്യരായ ചങ്ങാതിമാരും വർത്തമാനം പറഞ്ഞതിൽ നിന്ന് തന്നെ ഈ മലയാളം മനസ്സിലാകുന്ന എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പായല്ലോ.
പല കോൺഗ്രസ് നേതാക്കളുടെയും പച്ച മലയാളത്തിൽ മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിക്കണം എന്നുള്ളതാണ് എങ്കിൽ അത്തരത്തിൽ ഈ മടിയിലെ കനം എങ്ങനെ വന്നു എന്നുള്ളതും ഇത് സംബന്ധിച്ചുള്ള നിരവധി കാര്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ആ മറുപടി പറയുന്നതിന് ഒരു ഭാഗത്ത് കോൺഗ്രസ് മാത്രമല്ല, മറുഭാഗത്ത് BJPയും മറുപടി പറയേണ്ടി വരും. അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇവരെല്ലാം അത്തരത്തിൽ അഴിമതിക്കാരാണ്, അനധികൃതമായി ധനസമ്പാദനം നടത്തിയവരാണ്, വഴിവിട്ട് ഇത്തരത്തിൽ പണമുണ്ടാക്കിയവരാണ്, ഇത് ഒളിച്ചു വെച്ചവരാണ്, ഇതെല്ലാം പറയുമ്പോൾ ഞങ്ങളിലേക്ക് ചേർന്ന് കഴിയുമ്പോഴേക്കും ഇതെല്ലാം വിശുദ്ധമാക്കപ്പെട്ടു എന്നുള്ളത് പോലെ, ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളത് പോലെ പറയുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. അതെല്ലാം തന്നെ ജനങ്ങൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് വിധി എഴുതട്ടെ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും, നമ്മുടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആ ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാവും. കേരളത്തിൽ ഞങ്ങൾക്ക് 40 സീറ്റ് നിങ്ങൾ നൽകിയാൽ, കേരളത്തിലെ MLA മാർ നിലവിൽ എത്രയാണ്? മണ്ഡല പുനഃസംഘടനകൾ ഇനി വരാനിരിക്കുന്നതിലേ ഉള്ളൂ ഭാവിയിൽ. 140 MLA മാരുള്ള കേരളത്തിൽ 40 MLA മാരെ ഞങ്ങൾക്ക് നൽകിയാൽ, അതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അന്ന് പറഞ്ഞത്. അപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അത് UDF അപ്പോൾ എന്നിൽ നിന്നും വീണ്ടും കുറച്ചു. ശരി, 35 ഉണ്ടെങ്കിൽ 140 MLA മാരുള്ളിടത്ത് 71 സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ടോടുകൂടി വന്നാൽ തന്നെ അത്തരത്തിൽ 71 വേണം. അപ്പോൾ അവിടെ എന്താണ് ഇപ്പോൾ നിലവിൽ UDF-നുള്ള 40 MLA മാർ അല്ലെങ്കിൽ 41 എന്ന് വെച്ചോളൂ, ഒരു ഞാൻ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ പറയണം. അങ്ങനെയാണെങ്കിൽ ബാക്കി LDF-ന് 60 ഉള്ളൂ എങ്കിൽ ഈ 40 പേരെ അത് ഞങ്ങളിങ്ങ് എടുത്തോളാം. അപ്പോൾ 40 35 ആയപ്പോൾ എത്രയായി? അങ്ങനെയാണെങ്കിൽ വില പറഞ്ഞ് വിലപേശി ഇത്തരം കാര്യങ്ങൾ, ഇത്തരത്തിൽ ഇതെല്ലാം ഈ ഒരു ബാർഗൈനിങ് ആണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ഈ ചന്തയിൽ ലേലം വിളിക്കുന്നത് പോലെയും സ്വയം വിൽപ്പന ചരക്കായി മാറുന്നത് പോലെയും അത്തരത്തിലെല്ലാം മാറ്റുകയും അതിന് വേറെ കൂടുതലൊന്നും വേണ്ട. നമ്മുടെ ഭരണഘടനയെ തന്നെ വാസ്തവത്തിൽ അതിൻ്റെ സത്ത ചോർത്തിക്കളയുന്ന നിലയിലേക്ക് BJP എത്തിയല്ലോ. ഞാനതാ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് തന്നെ അധ്യക്ഷനായിട്ടുള്ള ഭരണഘടനാ ബെഞ്ച് പറഞ്ഞ എന്താണ്? ആ ഇലക്ട്രൽ ബോണ്ടുകൾക്ക് വേണ്ടി ഒരു 5 നിയമങ്ങളെ തന്നെ മാറ്റി, അതിൻ്റെ അലകും പിടിയുമെല്ലാം മാറ്റി, എന്നിട്ട് അതിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് അത് നിയമവിരുദ്ധമെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് പറഞ്ഞത്, അല്ലേ? ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കൂ, BJPയിലെ ചങ്ങാതിമാർ അവരിത്തരം കാര്യങ്ങളെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവസ്ഥ എന്താണ് നിഷാദേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം, എന്താണ് അതിൻ്റെ അവസ്ഥ? ഇതാ ഇപ്പോൾ ലോക്പാൽ നിലവിൽ വരികയാണ്. ലോക്പാലിന്റെ അതിന്റെ അധ്യക്ഷനായി ആരാ വരുന്നത് അറിയാലോ, നമ്മളിതെല്ലാം ചർച്ച ചെയ്താണല്ലോ. ആ ഒരു സമയം കഴിഞ്ഞ ഞാൻ നിലപെടുന്നു. കോൺഗ്രസിന് വില പറഞ്ഞിരിക്കുന്നു BJP, കാരണം വില പറയാൻ തക്ക സംഗതികൾ അപ്പുറത്തുണ്ട് എന്നാണ്. അവസാനത്തോട്ടേക്ക് എന്താണ് അനിലക്കര, അറ്റ്ലീസ്റ്റ് ഈ തൃശ്ശൂരിലെങ്കിലും ഇത് ഇമ്പാക്ട് ഉണ്ടാക്കും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമെന്ന് തോന്നുന്നില്ലേ? അല്ല, ഇതിൽ സമ്പത്ത് പറഞ്ഞ വളരെ രസകരമായ മറുപടിയാണ്. കോൺഗ്രസ് നേതാക്കന്മാരുടെ മടിയിൽ കനമുണ്ടോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ പത്മജ പറഞ്ഞത് എല്ലാവരെയും അങ്ങനെ കാണരുത്. തൃശ്ശൂരിലെ മുൻ മന്ത്രിയും MLA-യുമായ ഒരു പ്രധാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ 43 ലക്ഷം രൂപ പ്രിലിമിനറി അറ്റാച്ച്മെൻറ്റും അതിനുശേഷം എഡ്യൂക്കേറ്റ് അതോറിറ്റി അത് പെർമനന്റ് അറ്റാച്ച്മെൻറ്റും ആക്കിയ കാര്യം മറക്കരുത്. കുട്ടനല്ലൂർ ബാങ്കിലെയും കരുവന്നൂർ ബാങ്കിലെയും കൊള്ളപ്പണം പങ്കുവെച്ച CPM നേതാക്കന്മാർ തൃശ്ശൂർ ജില്ലയിൽ മാളത്തിന് പുറത്തിറങ്ങിയിട്ടില്ല എന്ന കാര്യം മറക്കരുത്. ലൈഫ് മിഷൻ കേസ് CBI അന്വേഷിക്കാത്ത കാര്യം മറക്കരുത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കാത്ത കാര്യം മറക്കരുത്. മാസപ്പടി വിവാദം മറക്കരുത്. അങ്ങനെ BJP-യുമായി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇപ്പോൾ ഗവർണർക്ക് ചായയും സൽക്കാരവും വെച്ച് കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ചരിത്ര പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അത് വേറെ വിഷയമാണ്, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇന്നത്തെ ദിവസം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു ചെറിയ തിരിച്ചടി ഉണ്ടായ ദിവസമാണ്. അത് മറികടക്കാനുള്ള വലിയ പോരാട്ടം ഞങ്ങൾ നടത്തും, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് ഞങ്ങൾ ചെയ്യും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എഴുതി വെച്ചോ. കഴിഞ്ഞ തവണ ശ്രീ TN പ്രതാപൻ 4,12,000-ലധികം വോട്ടുകൾ വാങ്ങിയാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലങ്ങളിലും LDF MLA-മാരുള്ള സമയത്ത് ഞങ്ങൾ ജയിച്ചത്. ഇത്തവണ രണ്ടാം സ്ഥാനത്ത് വന്നത്, കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്നത് LDF ആണ്. മൂന്നാം സ്ഥാനത്ത് വന്നത് BJP-യുമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഞങ്ങളുടെ പ്രശ്നമേ വരുന്നില്ല. ഇത്തവണയും കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കും, ഈ പോക്കൊരു നഷ്ടവും ഉണ്ടാക്കില്ല ഒരർത്ഥത്തിലുമെന്നാണ് താങ്കൾ ആവർത്തിച്ചു പറഞ്ഞത്. സമയം അവസാനിക്കുന്നു. താങ്ക് യു അനിലക്കര, A. സമ്പത്ത്, CP കൃഷ്ണദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്.